നമസ്തേ. ജീവിതത്തിൽ ഇന്നേ വരെയും സന്തോഷം അനുഭവിച്ചിട്ടില്ല എന്ന് കരുതുന്ന വ്യക്തികളാണോ നിങ്ങൾ? അങ്ങനെ ഒരു പരാതി ഉണ്ടോ നിങ്ങൾക്ക്? എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം. ജീവിതത്തിൽ ഇന്നേ വരെ, അതായത് എൻ്റെ ജീവിതത്തിൽ വെച്ച് പലരും എൻ്റെ മുന്നിൽ വന്ന് പറയുന്ന ഒരു കാര്യമാണ്, സാറേ വയസ്സ് 50 കഴിഞ്ഞു, ഒരു കാര്യം സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഇന്നേ വരെ എനിക്ക് എടുത്തു പറയാനില്ല സാർ എന്ന് പറഞ്ഞ്, അതാണ് മെയിൻ സെന്റൻസ്. ഒരു ദിവസത്തിൽ ഒരാളെങ്കിലും അങ്ങനെ പറഞ്ഞു വരാറുണ്ട്. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സന്തോഷം ഇല്ലാത്ത മനുഷ്യരെന്ന് പറയാൻ പറ്റില്ല. സന്തോഷം എപ്പോഴൊക്കെയോ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഓർത്ത് വെക്കത്തക്ക രീതിയിലൊന്നും ഉണ്ടാവാനില്ല. അതാണ് മെയിൻ കാരണം എന്ന് പറയുന്നത്. ജീവിതത്തിലെ തിരിച്ചടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ സന്തോഷിക്കാത്തതുണ്ടോ? നമ്മൾ റീലുകളൊക്കെ കാണുന്നില്ല. അവിടെ ഈ റീലിന്റെ കാര്യം മുതലാണ് ഇനിയാണ് ഈ വീഡിയോയുടെ ഏറ്റവും പ്രസക്തമായ കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നത്. നമ്മളൊരു റീല് കാണുമ്പോഴോ, അല്ലെങ്കിൽ ഒരു ആള് പോകുന്ന വാഹനം കാണുമ്പോഴോ, അല്ലെങ്കിൽ ആ ആള് ധരിച്ചിരിക്കുന്ന വേഷം കണ്ടോ ഒരിക്കലും ആ വ്യക്തിയുടെ സന്തോഷം പറയാൻ പറ്റത്തില്ല. കാരണം എൻ്റെ മുന്നിൽ വരുന്നത് ഡോക്ടേഴ്സും ഉയർന്ന ഉദ്യോഗസ്ഥരും മിനിസ്റ്ററുടെ സ്റ്റാഫുകള്, സിനിമാ മേഖലയിലെ വളരെ തിളങ്ങി നിൽക്കുന്ന താരങ്ങൾക്ക് വരുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ. അപ്പൊ നമുക്ക് അവരുടെ റീലുകൾ അല്ലെങ്കിൽ അവരുടെ വേഷപ്പകർച്ചകൾ കാണുമ്പോൾ അവർ വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലൈഫിൽ ഒരു സന്തോഷം അവർക്ക് പറയാനില്ല. അവർക്ക് ഈ നിങ്ങളീ കാണുന്ന, നിങ്ങളെ കാണിച്ചു കൊണ്ടുള്ള ആ ഒരു ഫീൽ അല്ലാതെ അവർക്ക് ബേസിക്കലി അവർക്ക് യാതൊരു തരത്തിലുള്ള സന്തോഷവും ഇല്ലാത്തവരാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? ഇല്ല. അപ്പൊ ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാജഡികൾ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. വളരെ ചുരുങ്ങിയില്ല, അപൂർവമായി നമ്മൾ പറയുന്ന പോലെ ചില നക്ഷത്രങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ അപൂർവമായിട്ട് ചില വ്യക്തികൾ അതിൽ നിന്ന് മാറി വിജയങ്ങൾ കൊയ്യുന്നു, മറ്റുള്ളവരെ സഹായിക്കുന്നു. വിജയങ്ങൾ കൊയ്യുന്നു, ഇത് രണ്ടാമത് പറഞ്ഞാണ് ഏറ്റവും വലിയൊരു കാര്യം, മറ്റുള്ളവരെ സഹായിക്കുന്നു. അപ്പൊ ഈ സഹായം ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ എങ്ങനെയും കിട്ടത്തില്ല. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ വരുന്ന ധനികരായാലും ഞാൻ അവർക്ക് എഴുതുന്ന ഒരു വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശന്നു വലഞ്ഞ 5 പേർക്ക്, അപരിചിതരായ 5 പേർക്ക് ഭക്ഷണം കൊടുക്കാനായിരിക്കും ഞാൻ എഴുതുന്ന ഒരു ചാർത്ത് എന്ന് പറയുന്നത്. കാരണം ഒരാളിന്റെ വിശപ്പ് കൊണ്ടാണ് ആ വ്യക്തിയുടെ ക്യാരക്ടറിന് മാറ്റം വരുന്നത്. ആ വ്യക്തി എന്തും ചെയ്യും. ചിലപ്പോൾ വിശന്ന് കഴിഞ്ഞാൽ, കണ്ടിട്ടില്ലേ നമുക്ക് ആദിവാസിയിൽ ആയ ഒരു മധുവിന്റെ കാര്യം ഓർമ്മയില്ല? ആ പാവം വിശന്ന് വലഞ്ഞാണ് അദ്ദേഹം ഒരു കവർ ബ്രെഡോ എന്തോ എടുത്തതിനാണ് അദ്ദേഹത്തിനെ തല്ലിക്കൊന്നത്. അപ്പൊ വിശന്ന് കഴിയുമ്പോഴാണ് ഒരാളുടെ ക്യാരക്ടർ പലതരത്തിലുള്ള വികാര മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പൊ ആ ഒരു വ്യക്തിയുടെ വിശപ്പിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ആ വ്യക്തിനെ ഒരു മനുഷ്യനാക്കി മാറ്റാൻ കഴിയുന്നത് വിശപ്പ് അടങ്ങുന്നതിലൂടെയാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ വിശപ്പില്ലാതാക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമില്ല. നിങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം മറ്റൊരാളിൻ്റെ വിശപ്പിനെ ഇല്ലാതാക്കി കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമതേ വരുന്നുള്ളൂ പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. ഞാൻ ഇതിന് മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ ഞാൻ ചില വ്യക്തികളുടെ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. 200-ഉം 300-ഉം കുട്ടികളെയൊക്കെ MBBS ആവാൻ വേണ്ടി, അതായത് വളരെ താഴ്ന്ന കുടുംബങ്ങളിൽ നിന്ന് MBBS ആക്കി ഡോക്ടറാക്കി മാറ്റിയ തമിഴ് നടനുണ്ട്. പുള്ളിക്ക് കിട്ടുന്ന സമ്പാദ്യത്തിൽ കൂടുതലും അദ്ദേഹം ഇങ്ങനെയുള്ള കുട്ടികളുടെ കൂടെ ചെലവഴിക്കുന്നത്. എന്നാൽ 1 രൂപ പോലും കൊടുക്കാത്ത സൂപ്പർ സ്റ്റാറുകളും നമ്മുടെ ഈ മലയാളത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ധനം സംരക്ഷിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് അത് അർഹരായവർക്ക് കൂടി പകുത്ത് കൊടുക്കുമ്പോഴാണ്. അതാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ സന്തോഷമുള്ളവരെ കാണുന്നില്ല എന്ന് പറയാൻ കാരണം, അവർക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം അവർക്കില്ല. കൊടുക്കുന്നതിലൂടെ കിട്ടുന്ന സംതൃപ്തി വേറെ ഒന്നും കിട്ടത്തില്ല. അപ്പൊ ജീവിതത്തില് ഒരു സന്തോഷങ്ങളും അനുഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അങ്ങനെയുള്ളവരാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത്. സന്തോഷം എന്തെന്ന് അനുഭവിക്കാൻ കഴിയാത്ത വ്യക്തികളാണ് ഏറ്റവും കൂടുതൽ. പറയുമ്പോഴും ഇങ്ങനെ കണ്ണുനീര് വീണുകൊണ്ടേയിരിക്കുന്ന ഒരുപാട് സെലിബ്രിറ്റീസ് എൻ്റെ അടുത്ത് വരാറുണ്ട്. ഒരുപാട് സംസാരിച്ച് തുടങ്ങുമ്പോഴേ അവരുടെ കണ്ണുകൾ നിറയും. കാരണം ലൈഫിൽ
ഒന്നും പറയാനില്ല അവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ ആ വ്യക്തികൾക്കെല്ലാം ഞാൻ അവരുടെ ഗ്രഹനില പരിശോധിച്ചിട്ട് അവർക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള പരിഹാരം ഞാൻ എഴുതി കൊടുക്കാറുണ്ട്. അതിലൂടെ അവർ ചെന്ന് ചെയ്തതിന് ശേഷം ഒരു 6 മാസം കഴിഞ്ഞ് എന്നെ വിളിച്ച് പറയാറുണ്ട്, സാറേ ലൈഫിൽ ഒരു 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 പ്രകാശം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ വന്ന ഒരു ഫീലുണ്ട് സാർ. അതായത് ഒരാൾക്ക് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ സാറ് പറഞ്ഞ ആ കാര്യം നമ്മൾ എല്ലാ ആഴ്ചയിലും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം ഞാൻ ഒരു 10 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പോകുന്നുണ്ട്. ആ കൊടുത്തു കഴിഞ്ഞപ്പോൾ കിട്ടുന്ന ഒരു ഫീല് വേറെ എങ്ങൊന്നും കിട്ടാറില്ല. അത് ഞാൻ കണ്ടിന്യൂ ചെയ്താൽ കുഴപ്പമുണ്ടോ സാർ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വിളിക്കാറ്. സന്തോഷമില്ലാത്തവരാണ് ഏറ്റവും കൂടുതലുള്ളത്. സന്തോഷം ഉള്ളവര് നിങ്ങളുടെ മുന്നിൽ പലരും അഭിനയിക്കുകയാണ്. ഈ റീലിൽ കാണുന്നത് ഒന്നും റിയൽ ലൈഫ് അല്ല. ഒന്നും റിയൽ ലൈഫ് അല്ല. ഏറ്റവും കൂടുതലുള്ളത് വിഷമങ്ങളുള്ളവർ തന്നെയാണ്. 100ൽ 99% വിഷമിക്കുന്ന മനുഷ്യർ മാത്രമേ ഉള്ളൂ. ഒന്ന്, അവരുടെ കാർമിക് അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ കാർമിക് എന്താണെന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ കാര്യം, അവരുടെ ജാതകത്തിൽ ചില യോഗങ്ങൾ, ഒന്ന് പ്രധാനമായിട്ട് പറയേണ്ടത് കേമദ്രുമ യോഗം. കേമദ്രുമ യോഗം ഉള്ളവർക്ക് അറിയാലോ. പിന്നെ കോടീശ്വരനായി ജനിച്ചാലും ആ ഒരു വിഷമാവസ്ഥയിലൂടെ തന്നെ കടന്നു. അപ്പൊ എൻ്റെ അടുത്ത് വന്നൊരു ലേഡിക്ക് അവർക്ക് ഏകദേശം ഒരു 7 ഗ്രഹങ്ങളോളം ഒരു രാശി തന്നെയാണ് അവർക്ക് നിൽക്കുന്നത്. പക്ഷെ അവർക്ക് കേമദ്രുമ യോഗമുണ്ട്. അപ്പൊ അവരുടെ ഏറ്റവും വലിയ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭർത്താവ് ഭയങ്കര കോടീശ്വരനാണ്, ഒരുപാട് സിനിമകളൊക്കെ പിടിക്കുന്ന വലിയൊരു പ്രൊഡ്യൂസറാണ്, വലിയ ബിഗ് ബഡ്ജറ്റ് ചെയ്യുന്നത്. പക്ഷെ ഈ വ്യക്തിക്ക് വീടിന് പുറത്തിറങ്ങാനുള്ളൊരു ഫ്രീഡം പോലും ഇല്ല. 18ഓളം ജോലിക്കാരുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അവരൊരു ജയിൽവാസം പോലെയാണ് കഴിഞ്ഞു പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ആസ്ട്രോളജർ ഉണ്ടെന്ന് അറിഞ്ഞു മാത്രം ഒരു 1 അവർ ഒരു പുറത്ത് വന്ന് ഓഫീസിലേക്ക് വന്നതാണ്. അപ്പൊ നമ്മൾക്ക് കാണുന്ന ആ ഒരു ബംഗ്ലാവിലോ ആ ഒരു കാറിലോ ഒന്നും അല്ല സന്തോഷം എന്നുള്ളത്. സന്തോഷം എപ്പോഴും കൊടുക്കുമ്പോഴാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾക്ക് ആൾവേസ് തിരിച്ചടികൾ മാത്രം നേരിടുന്നവരാണെങ്കിൽ ലളിത സഹസ്രനാമം വായിക്കാൻ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അതല്ല, മനസ്സിന് ബലം കിട്ടാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ എഴുതിച്ച് കൃത്യമായിട്ടും കട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹനുമാൻ ചാലീസയിലെ ആദ്യത്തെ കുറച്ച് വരികളെങ്കിലും കാണാതെ പഠിക്കാം. അങ്ങനെ പറയാൻ പറ്റാത്തവർക്ക് ശ്രീരാമജയം എന്നുള്ള ആ കാര്യം, ശ്രീരാമജയം എന്ന് 108 തവണ നിങ്ങൾക്ക് ആ കിടക്കയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒന്ന് പറഞ്ഞിട്ടഴിക്കുക. നിങ്ങൾക്കൊരു ഉന്മേഷം ഉണ്ടാവും. ഇങ്ങനെ ചെറിയ ഓരോരുത്തർക്കും പറയണം. ഇപ്പൊ എല്ലാവർക്കും ഹനുമാൻ മന്ത്രം പറ്റണമെന്നില്ല. ഇപ്പൊ ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഞാൻ ഹനുമാൻ ക്ഷേത്രത്തിൽ എന്ന് പോയാലും അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും, കാർ ഇടിക്കുക എന്തെങ്കിലും. അപ്പൊ ചിലർക്ക് ആ ഒരു എനർജി ശരിയാവണമെന്നില്ല. അത് അവരുടെ ഗ്രഹനില പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്കത് ഏത് ദൈവത്തെ ആരാധിച്ചാലായിരിക്കും അവർക്ക് ലൈഫിന് ഒരു മാർഗനിർദ്ദേശം കിട്ടുന്നത്. അതാണ് ഏറ്റവും ഭയങ്കര ഒരു പോയിന്റ് എന്ന് പറയുന്നത്. നമുക്കൊരു ലൈഫിനൊരു ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ, ഒരു സന്തോഷത്തിന്റെ ഒരു കിരണം മതിയാവും ഇവർക്കൊക്കെ. കാരണം ധനമുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പം മെയിനായിട്ട് എന്താണ്, ധനമുണ്ട്. CJ റോയ് ആത്മഹത്യ ചെയ്തു, എന്തിൻ്റെങ്കിലും കുറവുകൊണ്ടാണ്. അതുപോലെ എത്രയോ ഡോക്ടേഴ്സ് ആത്മഹത്യ ചെയ്യുന്നു, എഞ്ചിനീയേഴ്സ് ആത്മഹത്യ ചെയ്യുന്നു, സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ ആത്മഹത്യ ചെയ്യുന്നു, ടോപ്പ് റാങ്ക് മേടിച്ച വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നു. എന്തായാലും വിദ്യാഭ്യാസത്തിന്റെ കുറവാണ്? ഒന്നുമല്ല. അവർക്ക് ശരിക്കും അവരുടെ ഇപ്പം ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകത്തിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല. അവർക്ക് ആ നാവികൻ, ആ തോണിയാകുന്ന ജീവിതത്തിലുള്ള ഒരു കറക്റ്റ് നാവികനെ കിട്ടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർഗനിർദ്ദേശം ഏത് ദൈവത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഏത് രൂപത്തിലുള്ള, ഏത് ഭാവത്തിലുള്ള ആളിൽ നിന്നാണ് കിട്ടേണ്ടതെന്ന് നമ്മൾ കണ്ടുപിടിക്കാം. ആ വ്യക്തി ആരാധിച്ച് തുടങ്ങുമ്പോഴത്തേന് നമ്മുടെ ലൈഫിന് ഭയങ്കര മാറ്റം വരും. അപ്പൊ നമ്മളുടെ ആ മൂർത്തിയെ കണ്ടുപിടിക്കാൻ ഒരു ജ്യോതിഷന് നിങ്ങളെ സഹായിക്കാൻ പറ്റും. മൂന്നാമത്തെ ഒരു കാര്യം, ഇതെല്ലാം ഉണ്ടായിട്ടും ജീവിതം അവസാനിപ്പിച്ചേ പറ്റൂ എന്ന് കരുതിയിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ജാതകത്തിൽ, ഇതിപ്പോ മൂന്നാമത്തെ വീഡിയോയിലൂടെയാണ് ഞാൻ പറയുന്നത്, ജാതകത്തിൽ ചന്ദ്രൻ അനിഷ്ടസ്ഥാനത്താണെങ്കിൽ ആത്മഹത്യാ ചിന്ത ഉണ്ടാകും. അഷ്ടമത്തിൽ പാപഗ്രഹങ്ങളാണ് നിൽക്കുന്നതെങ്കിലും ആത്മഹത്യാ ചിന്ത ഉണ്ടാകും. അതൊരു ജാതകം കണ്ടാൽ കൃത്യമായിട്ട് ഞാൻ അവരുടെ പാരൻസ് ആണ് വരുന്നെങ്കിൽ പറയും, ഈ കുട്ടിയെ ഈ തരത്തിൽ സൂക്ഷിച്ചുകൊള്ളുക, ഏതെങ്കിലും ഒരു തെറാപ്പി, ഒരു സൈക്കോളജിസ്റ്റിനെയോ ആരെങ്കിലും കണ്ടെടുക്കണം. അല്ലാതെ ഞാൻ അവർക്ക് ചരടെന്ന് ചോദിച്ചു കൊടുക്കാൻ ഞാൻ നിൽക്കാറില്ല. ചെയ്യണം. എന്നാൽ മാത്രമേ ഈ കുട്ടിയുടെ മൈൻഡിനെ നമുക്ക് ഓവർകം ചെയ്ത് വരാൻ പറ്റൂ. പിന്നെ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കാൻ പറ്റണം. ചെറിയ കാര്യങ്ങളായിരിക്കും. ഇപ്പൊ ഒരു വ്യക്തിക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന ചിലപ്പോൾ ഒരു 25 രൂപയുടെ ഒരു നോട്ട്ബുക്ക് ആയിരിക്കും. ഒരു വ്യക്തി അയൽപക്കത്തുണ്ട്, ആ കുട്ടിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു 25 രൂപയുടെ നോട്ട്ബുക്ക് നിങ്ങൾക്ക് ആർക്കും പറ്റുമല്ലോ. പുറത്ത് കൊണ്ടുവരുമ്പോഴേ ഒരു നോട്ട്ബുക്ക് മേടിച്ച് ആ കുട്ടിക്ക് കൊടുക്കുക.
ആ കുട്ടിയുടെ മനസ്സിൽ വരുന്ന ആ ഒരു സന്തോഷം നിങ്ങൾക്ക് അതിൻ്റെ ഒരു 100 ഇരട്ടി സന്തോഷം കാർമികമായിട്ട് നിങ്ങൾക്ക് കിട്ടും. സംശയം ഉണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പരീക്ഷിക്കാം കേട്ടോ. ലളിത സഹസ്രനാമം വായിക്കുന്നത്, പിന്നെ ഈ പറഞ്ഞ ചാരിറ്റികൾ, രാവിലെ ഉള്ള സൂര്യ നമസ്കാരം, ഒരു സൂര്യന്റെ ഒരു 5 മിനിറ്റെങ്കിലും സൂര്യന്റെ എനർജി നിങ്ങളുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരിക. പൗർണമി ദിവസം ചന്ദ്രന്റെ എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ആ സമയം, അതായത് വൈകുന്നേരം ഒരു 7 മണി സമയത്ത് പുറത്തിറങ്ങി ചന്ദ്രനിൽ നിന്ന് ആ ഒരു എനർജി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ അതിന് വേറെ പ്രത്യേകിച്ച് നിങ്ങൾ ഒരു കാര്യങ്ങളും ചെയ്യണ്ട. ശ്രമിക്കുക എന്ന് വെച്ചാൽ ചന്ദ്രനെ നോക്കി നിന്ന് ആ ഒരു ശക്തി നമ്മളിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പ്രകൃതി ശക്തി നമ്മളിലേക്ക് വരുന്നൊരു ഫീൽ ഉണ്ടാക്കുക. ഇതെല്ലാം മനുഷ്യന്റെ മനസ്സാണ് കേട്ടോ. അല്ലാതെ അമ്പലങ്ങളിൽ പോയി കാശ് വാരി എറിഞ്ഞിട്ടും ഈ ഭണ്ഡാരപ്പെട്ടി നിറച്ചിട്ടും മേൽശാന്തിയെ പോയി കണ്ട് ലക്ഷങ്ങൾ അയാൾക്ക് കൊടുത്തിട്ടൊന്നും യാതൊരു ഫലവും. നിങ്ങൾ അടുത്ത പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ പൊക്കോണ്ടിരിക്കുകയുള്ളൂ. കൈക്കൂലി കൊടുത്തൊന്നും കിട്ടുന്ന ഒരു കാര്യമല്ല സന്തോഷം. നിങ്ങൾ അമ്പലത്തിലിടുന്ന പൈസ ഒരു സാധുവായ ഒരു വ്യക്തിയുടെ കൈകളിലാണ് എത്തുന്നതെന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന കാർമിക് എഫക്റ്റ് വേറെയാണ്. അപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഗ്രഹനിലയിലുണ്ട് നിങ്ങളുടെ വിഷമത്തിന്റെ കാരണം. നമ്മൾ പ്രത്യേകിച്ച് കലിയുഗമായതുകൊണ്ട് വിഷമിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതലുള്ളത്. അപ്പൊ അത് ജ്യോതിഷത്തിൽ നിന്ന് കണ്ടുപിടിക്കാനും പാടായിരിക്കും. ചിലപ്പം ആദ്യത്തെ ജ്യോത്സ്യനെ കൊണ്ടോ അല്ലെങ്കിൽ രണ്ടാമത്തെ ജ്യോത്സ്യനെ കൊണ്ടോ ഒന്നും പറ്റിയെന്ന് വെച്ചാൽ നിങ്ങൾ പലരെയും കണ്ടായിട്ടെങ്കിൽ ലാസ്റ്റിൽ ഒരു നല്ലൊരു ഗുരുവായ ഒരാളുടെ അടുത്തേക്ക് നിങ്ങൾ ചെല്ലുന്നു. അപ്പൊ ആ വ്യക്തി നിങ്ങളെ ഗൈഡ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മാറ്റം വന്നു തുടങ്ങും. അതുകൊണ്ട് ക്ലിയറായി നിങ്ങളുടെ ജാതകം ചെക്ക് ചെയ്യുക. നാഡീ ജ്യോതിഷത്തിൽ ഇപ്പോൾ നിങ്ങളുടെ നാളെക്കുറിച്ച് അറിയുന്നതിനേക്കാൾ നിങ്ങൾ ഇന്ന് എന്ത് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു നാളെ ഉണ്ടാകുമെന്ന് കണ്ടുപിടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ല നാളെ ഞാൻ എന്താകുമെന്ന് ഭാവിയിൽ ഇത് എഴുതിയിട്ട് ഇന്ന് ഇവിടെ ഇരുന്ന് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇന്ന് തുടങ്ങണം നിങ്ങളുടെ ജാതകത്തിലെ മാറ്റങ്ങൾ. അതിനായി നിങ്ങൾ നല്ലൊരു ഗുരുവിൻ്റെ അടുത്ത് നിങ്ങൾ ചെല്ലുക. അങ്ങനെ ഒരു ഗുരു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.